എന്നുള്ള സംഭവം കാണുന്നുണ്ട്. ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയൊരു അവസരം എനിക്ക് മിസ്സായി. അത് ഒരാളിൻ്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എൻ്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി. അതോർത്തിട്ട് ഞാൻ കരഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ സിജോയെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു. അങ്ങനെ ഒരാളിനെ പുറത്ത് കൈവയ്ക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുമല്ല അയാൾക്കും വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, കൂട്ടുകാരുണ്ട്, അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത്. അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല. റോക്കി എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ. പിന്നെ സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും, കട്ട് പറയുമ്പോൾ കട്ടാവും. റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട. ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ. ഓക്കെ, ഒരുപാട് പറയാനുണ്ട്. ഞാൻ 2 ദിവസമായി ഉറങ്ങിയിട്ട് പ്രോപ്പറായിട്ട് ബാക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ 100 അഭിപ്രായങ്ങളുണ്ട്. നിങ്ങൾ ഇത്രയും നേരം അന്ന് കാത്ത് നിന്നതിൽ റിയലി താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടിന് അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പിന്നെ മിസ്റ്റേക്ക് പറ്റും, മനുഷ്യനാണല്ലോ. മനുഷ്യനാകുമ്പോഴത്തേക്കും മിസ്റ്റേക്ക് പറ്റാത്ത ഇതായിട്ട് അത് നിങ്ങൾ കാണുന്നല്ലോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ആണിൻ്റെ വീശരോമത്തിലോ താടി രോമത്തിലോ പിടിച്ച് വലിക്കുക എന്നുള്ളത് അവനെ അപമാനിക്കുന്നതിനല്ല, അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇപ്പൊ നിങ്ങളുടെ അടിക്കേണ്ട അതെ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ റോക്കി അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നും എവിടെയും അഭിപ്രായം പറയും. പക്ഷേങ്കിൽ എനിക്ക് കുറച്ച് പ്രേക്ഷകരോട് ഐ ലവ് യു ഇഷ്ടം മാത്രമേ ഉള്ളൂ റോക്കിക്ക്. നമുക്ക് കണ്ടു